ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തലേ ദിവസം തന്നെ, അതായത് തുലാമാസം 1-ാം തീയതിയാണ് നമ്മൾ വിളക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ഗുരുവായൂർ പോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെരാതും അതുപോലെ തന്നെ ഒരു തട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കളഭവും മഞ്ഞളും കുങ്കുമം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പം നമ്മൾ എന്തൊരു സാധനം പൂജാമുറിയിലേക്ക് വാങ്ങിയാലും നമ്മളത് അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. അതായത് വിളക്കോ അതുപോലെയുള്ള സംഭവങ്ങളോ ഇതുപോലെ ചെരാതുകളൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് കഴുകി എടുക്കണം, അതിനൊന്ന് ശുദ്ധിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പനിനീര് ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് കഴുകി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കൈകളിൽ ഇങ്ങനെ മറിഞ്ഞ് വന്നതാണല്ലോ കടയിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയിട്ട് നമ്മൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെരാതും തട്ടൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് കളവും മഞ്ഞളും നമ്മൾ പനിനീരിലൊന്ന് ചാലിച്ചെടുത്തിട്ട് ആ ഒരു ചെരാതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കുങ്കുമം കൂടി ചേർത്ത് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ തുലാമാസം 1-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു വിളക്ക് വെക്കാനായിട്ട് പോണത്. അപ്പോൾ അത് നല്ലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച കൂടിയാണ്. പിന്നെ നമ്മുടെ കാർത്തിക മാസം ആരംഭമാണ്. കാർത്തിക മാസത്തിന് നമ്മൾ ദാമോദര മാസം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് നെയ്വിളക്ക് എടുത്തിട്ട് ആരതി ഒഴിയുകയാണെങ്കിൽ, അത് ആരതി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുൻജന്മങ്ങളിലും, അതായത് ഈ ഒരു ജന്മത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പാപം തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ദിവസം നിങ്ങളൊരു നെയ്ത്തി കത്തിച്ചിട്ട് ഒന്ന് ആരതി എടുക്കണം കേട്ടോ ഈ ഒരു മാസം. അപ്പോൾ ഈ ഒരു മാസം മുഴുവനായിട്ടും എടുക്കാം, 2 നേരം എടുക്കാം. കാലത്ത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. കാരണം നമ്മളെപ്പോഴേക്കും ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മളത് കഴിക്കുന്നതിന് മുൻപ് എടുക്കുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം എടുക്കാം. നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും കൊണ്ടും നമുക്ക് ഈ നെയ്വിളക്ക് എടുക്കാം. പിന്നെ അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം, അപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാനിതാ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4:45 നമ്മൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ ആരതിയൊക്കെ ഒഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരെ പറഞ്ഞയക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ വിളക്ക് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ്. അപ്പോൾ ചേട്ടനാണ് ഇന്നും ഇവിടെ വിളക്ക് വയ്ക്കാറുള്ളത്. അപ്പം ചേട്ടൻ ആ ഒരു വിഗ്രഹമൊക്കെ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ പനിനീരുണ്ടല്ലോ, വെള്ളത്തിൽ പനിനീര് ഒഴിച്ചിട്ടാണ് അപ്പോൾ ആ വിഗ്രഹങ്ങളും ഫോട്ടോകളും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് 2 തുളസിമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിഗ്രഹത്തിനും ഒരു ഫോട്ടോയ്ക്കും വെച്ച് കൊടുത്തു. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് തുളസി ഉണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ട്, തെച്ചിയുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന് എന്നോട് മാല കെട്ടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ പൂക്കളും വെച്ച് തുളസിയും ശംഖുപുഷ്പവും ഒക്കെ വെച്ചിട്ട് ഞാനൊരു മാല കെട്ടി അത് ഭഗവാന് ചാർത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ വാഴനാരിൽ വെച്ചിട്ടാണ് കെട്ടിയത്. നമ്മൾ അമ്പലത്തിലൊക്കെ കെട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ അങ്ങനെ വെച്ച് കെട്ടി വന്നപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ദാമോദര അഷ്ടക ആരതി ഒഴിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൊബൈലിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഷ്ടകം കിട്ടും. അപ്പോൾ നമുക്ക് പാടാൻ അറിയാത്തവർക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആരതി ഒഴിയാം കേട്ടോ. അപ്പം ഞങ്ങൾ 2 വർഷമായി ഇതുപോലെ ദാമോദര മാസത്തിൽ ആരതി എടുക്കാറുണ്ട്. പിള്ളേരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും എടുക്കാറുണ്ട്. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആരതി എടുക്കാറുള്ളത്. അവിടെ പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പൂജാമുറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ഉമ്മർത്തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരതി എടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പാദത്തിൻ്റെ അവിടെ നമ്മൾ 4 പ്രാവശ്യവും, വയറിൻ്റെ അവിടെ 2 പ്രാവശ്യവും, പിന്നെ മുഖത്ത് നമ്മൾ 3 പ്രാവശ്യവും, പിന്നെ മൊത്തത്തിൽ അങ്ങനെ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ 7 പ്രാവശ്യം ആരതി ഇങ്ങനെ ഒഴിയാട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുപോലെയുള്ള യശോദാമ്മയുടെയും കണ്ണൻ്റെയും ഇങ്ങനെ ഉരലിൽ കെട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ അവിടെയും നമ്മളൊന്ന് ആരതി ഒഴിഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരത്തെ വിളക്കൊക്കെ കത്തിച്ചു. പിള്ളേർ വന്നിട്ട് പിന്നെ അവരെ കൊണ്ടും നമ്മൾ ഇതുപോലെ ആരതി എടുപ്പിച്ചു കേട്ടോ. കാരണം അവർ കാലത്ത് സ്കൂളിൽ പോണ തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ അവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം അവരെ കൊണ്ട് ആരതി ഒഴിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് 21 ദിവസമെങ്കിലും വെക്കാൻ പറ്റണേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശേഷങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.